എൻ്റെ പേര് ജാഫർ, തൃശ്ശൂർ വാടാനപ്പള്ളി സ്വദേശി. 2022 കഴുത്തിൻ്റെ 2 സൈഡിൽ മുഴ വന്നു. ടെസ്റ്റ് ലിംഫോമ സെക്കൻഡ് സ്റ്റേജ്. 15 കീമോ ചെയ്തു. പിന്നീട് പെറ്റ് സ്കാൻ ചെയ്തു. റിസൾട്ടിൽ പൂർണ്ണമായി മാറിയിട്ടില്ല. 20 റേഡിയേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചികിത്സകളൊന്നും ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരുന്നു. പിന്നീട് നാരായണൻ മാഷുമായി ബന്ധപ്പെട്ടു. യൂറിൻ തെറാപ്പി 3 മാസം തുടർച്ചയായി ചെയ്തു. പിന്നെ എനിക്ക് തോന്നി റേഡിയേഷൻ ചെയ്യണമെന്ന്. വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറുമായി സംസാരിച്ചു. അവർ പറഞ്ഞു 3 മാസത്തിൽ കൂടുതലായി പെറ്റ് സ്കാൻ ചെയ്തിട്ട് ചികിത്സകൾ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അസുഖം വീണ്ടും കൂടിയിട്ടുണ്ടാകും. അതുകൊണ്ട് CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാനിങ്ങിലും ബ്ലഡ് ടെസ്റ്റിലും നോർമൽ ആയിരുന്നു. ഡോക്ടർക്ക് സംശയമായി. വീണ്ടും 2 പ്രാവശ്യം CT സ്കാൻ ചെയ്തു. അസുഖം ഒന്നും തന്നെ ഇല്ല. എല്ലാ ഡോക്ടർമാരുമായി കൂടി ടെസ്റ്റുകൾ ചെക്ക് ചെയ്തു. നിങ്ങളുടെ അസുഖം മാറി, നിങ്ങൾക്ക് ചികിത്സ ഒന്നും വേണ്ട. 3 മാസം കൂടുമ്പോൾ ബ്ലഡ് ചെക്ക് ചെയ്ത് വരാൻ പറഞ്ഞു. ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്തു, എല്ലാം നോർമൽ. ഹോസ്പിറ്റലിലൊന്നും പിന്നീട് പോയില്ല. യൂറിൻ തെറാപ്പി ഇപ്പോഴും തുടരുന്നു. അസുഖത്തിൻ്റെ ലാഞ്ചനയും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഞാനിപ്പോൾ സുഖമായി ജോലിക്ക് പോകുന്നു. കാര്യങ്ങൾ എല്ലാം ഭംഗിയായി നടന്നത് യൂറിൻ തെറാപ്പിയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഈ നാരായണ മാഷും സത്യേട്ടനും സുന്ദരൻ സാറുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഞാനിത് തുടർന്നതാണ്. ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഞാനൊരു ടെസ്റ്റിനും പോകുന്നില്ല. യൂറിൻ തെറാപ്പി വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് അസുഖമുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരെ സംശയമാണ്. കാരണം ഇപ്പോൾ ആ വക ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ലിംഫാറ്റിക് സിസ്റ്റത്തെ ബാധിക്കുന്ന ക്യാൻസറാണ് ലിംഫോമ. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനമാണ് ലിംഫാറ്റിക് വ്യവസ്ഥ. ലിംഫ് നോഡുകളും പ്ലീഹയും തൈമസ് ഗ്രന്ഥിയും മജ്ജയും എല്ലാം കൂടി ചേർന്ന ശാരീരിക വ്യവസ്ഥയാണ് ഇത്. ഈ വ്യവസ്ഥയ്ക്ക് ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ സാമ്പ്രദായികമായി ചെയ്തു വരുന്നത് കീമോതെറാപ്പിയും റേഡിയേഷനും മജ്ജ മാറ്റിവെക്കലും, അതായത് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെയാണ്. ഇതിനെല്ലാം കൂടി ലക്ഷങ്ങൾ ചെലവ് വരും. യൂറിൻ തെറാപ്പിയെക്കുറിച്ച് ഇതിനിടയിൽ അറിയാൻ കഴിഞ്ഞതാണ് ശ്രീ ജാഫറിന് രക്ഷയായത്. രോഗം എങ്ങനെ സുഖപ്പെട്ടു എന്ന കാര്യത്തിൽ ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതമാണ്. രോഗം മാറിക്കഴിഞ്ഞാൽ യൂറിൻ തെറാപ്പിയാണ് താൻ ചെയ്തത് എന്ന് രോഗികൾ ഡോക്ടർമാരോട് തുറന്ന് പറയുകയാണ് വേണ്ടത്. കാരണം ഡോക്ടർമാരാണല്ലോ ഇക്കാര്യം ശരിക്കും അറിയേണ്ടത്. തൻ്റെ യൂറിൻ തെറാപ്പി അനുഭവം മറച്ചുവെക്കാതെ പൊതുസമൂഹത്തോട് തുറന്നു പറയാൻ ആർജവം കാട്ടിയ ശ്രീ ജാഫർ അഭിനന്ദനം അറിയിക്കുന്നു. നന്ദി.